നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ കാണുന്ന നല്ല മനോഹരമായൊരു വീടാണ് നമുക്കിന്ന് സെയിലിൽ വന്നിട്ടുള്ളത്. കോർപ്പറേഷൻ ഏരിയയിൽ ചുടുകട്ടയിൽ പണിത നല്ല മനോഹരമായൊരു വീടാണ് ഈ കാണുന്നത്. അപ്പോൾ കോർപ്പറേഷൻ ഏരിയയിൽ വീടൊക്കെ നോക്കുന്ന എല്ലാവർക്കും ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു വീടാണ് ഇത്. പറഞ്ഞതുപോലെ തന്നെ വീട് നമുക്ക് ചുടുകട്ടയിലാണ് നമുക്ക് പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. തിരുവനന്തപുരം ജില്ലയിൽ തിരുമലയ്ക്ക് സമീപമാണ് നമുക്ക് ഈ ഒരു വീട് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. തിരുമലയിൽ നിന്ന് വെറും 2 കിലോമീറ്റർ മാത്രം മാറിയിട്ടാണ് വീട് പണി ചെയ്തിരിക്കുന്നത്. അപ്പോൾ കറക്റ്റ് ലൊക്കേഷൻ നമുക്ക് വരുന്നത് തിരുവനന്തപുരം ജില്ലയിൽ തിരുമലയ്ക്ക് സമീപമായിട്ടാണ്. നമുക്ക് MLA റോഡിൻ്റെ മറ്റേ ബസ് റൂട്ട് MLA റോഡ് ഫ്രണ്ടേജ് ബസ് റൂട്ട് വരുന്ന ഒരു ഏരിയയുടെ അവിടെ നിന്ന് ഒരു 30 മീറ്റർ മാത്രം മാറിയിട്ടാണ് നമുക്ക് ഈ ഒരു വീട് വരുന്നത്. അപ്പോൾ കാണുന്നത് പോലെ തന്നെ കളർ കോമ്പിനേഷനും കാര്യങ്ങളെല്ലാം നല്ല മനോഹരമായി ചെയ്ത് തീർത്തിട്ടുള്ള അടിപൊളിയായിട്ടുള്ള റോഡാണ്. സെൻട്രൽ സിറ്റിയിൽ നിന്ന് ഒരു 8 കിലോമീറ്ററിനകത്തും ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഒരു 13 കിലോമീറ്ററിനകത്തുമാണ് നമുക്ക് വീട് വരുന്നത്. അപ്പം എയർപോർട്ടിൽ പെട്ടെന്ന് എത്താൻ ആക്സസും കാര്യങ്ങളും നോക്കുന്ന എല്ലാവർക്കും ബെസ്റ്റ് ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും നമുക്ക് ഈ ഒരു വീട് വരുന്നത്. പിന്നെ നമുക്ക് എടുത്തു പറയാനായിട്ടുള്ള കാര്യം, ഇപ്പം നമ്മൾ തിരുമലയിൽ വന്നിരിക്കുന്ന രാമേന്ദ്ര നമുക്ക് ഇതിൻ്റെ തൊട്ടടുത്താണ്. രാമേന്ദ്രയിൽ നമുക്ക് രാമചന്ദ്ര ടെക്സ്റ്റൈൽസ് നിന്ന് നമുക്കൊരു 3 ആക്സസ് നമുക്ക് ഈ വീട്ടിൽ വരാനായിട്ടുണ്ടാവും. അപ്പം 3 ആക്സസ് ഒരുമിച്ച് വന്നെത്തുന്ന ഒരു സ്ഥലത്തിൽ തന്നെയാണ് ഈ ഒരു വീട് പണി ചെയ്ത് തീർത്തിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം തൊട്ടടുത്തായിട്ട് പള്ളിയും അതുപോലെ തന്നെ പെട്രോൾ പമ്പും അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റും അതുപോലെ തിരുമലയിൽ നമുക്ക് എല്ലാ സാധനങ്ങളും നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്ന സകല സാധനങ്ങൾ നമുക്ക് തൊട്ടടുത്തായിട്ട് തന്നെ നമുക്ക് ഇവിടെ വരുന്നുണ്ട്. അപ്പം നമുക്ക് വീടിൻ്റെ കുറച്ച് ഡീറ്റെയിൽസിലോട്ട് നമുക്ക് കിടക്കാം. 300 സെൻറ്റിൽ 1600 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമും 3 അറ്റാച്ച്ഡ് ബാത്റൂം ഉൾപ്പെടെ പണിതിരിക്കുന്ന ചുടുകട്ടയിൽ പണി ചെയ്ത് തീർത്തിരിക്കുന്ന മനോഹരമായ ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ് നമുക്കിനി കാണാൻ പോകുന്നത്. മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ ബെല്ലൈക്കണെ കൂടെ എനേബിൾ ചെയ്യുക. ഈ വീടൊക്കെ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റി എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ കസ്റ്റമേഴ്സിന് ഞങ്ങൾ തന്നെ ലോൺ അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതുമാണ്. അപ്പോൾ നമുക്ക് വീടിൻ്റെ ഇൻറ്റീരിയറിലോട്ട് നമുക്ക് കിടക്കാം. അപ്പോൾ ഫ്രണ്ടേജ് നമുക്ക് നോക്കുമ്പോഴത്തേക്കും നല്ല വിശാലമേറിയ ഒരു എൻട്രൻസ് തന്നെയാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഏത് വലിയ വണ്ടികളും നമുക്ക് സുഖമായിട്ട് വീട്ടിനകത്തോട്ട് പാർക്ക് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ വീട്ടിനകത്തോട്ട് നമുക്ക് പ്രവേശിക്കാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ഫ്രണ്ടേജ് തന്നെയാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഫ്രണ്ട് മുഴുവൻ നമുക്ക് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ 4 ചുറ്റും നമുക്ക് ഇൻ്റർലോക്ക്ഡ് ആണ്. വീടിൻ്റെ 4 ചുറ്റും നമുക്ക് ഇതുപോലെ തന്നെ ഇൻ്റർലോക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് തീർത്തുന്ന ഒരു ഏരിയയാണ്. ഒരു കവേർഡ് കാർ പാർക്കിംഗ് സ്പേസ് നമുക്ക് വന്നിട്ടുണ്ട്. വലിയൊരു SUV മോഡലുള്ള വണ്ടികളൊക്കെ നമുക്കിവിടെ പാർക്ക് ചെയ്യാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് തൊട്ട് മുകളിലായിട്ട് അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റും അതുപോലെ തന്നെ ഫാൻസി ലൈറ്റൊക്കെ നൽകിക്കൊണ്ട് നല്ല മനോഹരമായി തീർത്തിരിക്കുന്ന ഒരു ഇതാണ് നമുക്ക് കാണുന്നത്. കാർ പാർക്കെല്ലാം നല്ല അത്യാവശ്യം നല്ല വലുപ്പത്തിൽ നമുക്ക് ചെയ്തിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. ഫ്രണ്ടിൽ നമുക്ക് നോക്കുമ്പോഴത്തേക്ക് ഇത് നമുക്ക് വരുന്നത് സിറ്റ് ഔട്ടാണ്. വീടിൻ്റെ സിറ്റ് ഔട്ടാണ് ഈ കാണുന്നത്. 10x4 ഡയമെൻഷൻ വരുന്ന ഒരു മോഡൽ സിറ്റ് റെക്റ്റാങ്കിൾ മോഡൽ സിറ്റ് ഔട്ടാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഗ്രാനൈറ്റ് ആണ് നമുക്ക് ഫ്രണ്ടിൽ നമുക്ക് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നതാണ് നമുക്ക് വീടിൻ്റെ ഫ്രണ്ട് ഡോർ മുഴുവൻ നമുക്ക് പ്ലാവിൻ്റെ അടിയിലാണ് നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. ഒരു സിമ്പിൾ ആൻഡ് എലഗൻറ്റ് ഒരു മോഡൽ തന്നെയാണ് വീടിൻ്റെ ഫ്രണ്ട് ഡോറിന് നൽകിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ ഇനി സിറ്റ് ഔട്ടിൽ നിന്ന് ലിവിങ് ഏരിയയിലോട്ട് പോവാം. അപ്പോൾ സിറ്റ് ഔട്ടിൽ നമുക്ക് നേരെ ലിവിങ് ഏരിയയിലോട്ട് പോവാം. ഈ കാണുന്നതാണ് വീടിൻ്റെ ലിവിങ് ഏരിയ നമുക്ക് വരുന്നത്. സൈഡിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത് ലിവിങ് ഏരിയയുടെ. 14x12 ആണ് നമുക്ക് ലിവിങ് ഏരിയ ഡയമെൻഷൻ. കജേരയുടെ നല്ല വെരിഫൈഡ് ടൈൽസും കാര്യങ്ങളും തന്നെയാണ് ഫ്ലോറിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഫ്ലോർ സീലിംഗ് നമുക്ക് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. വുഡൻ പാറ്റേൺ അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റും പ്രൊഫൈൽ ലൈറ്റ് ചാനലുമാണ് നമുക്ക് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. മനോഹരമായിട്ടുള്ളൊരു TV യൂണിറ്റ് ഏരിയ നമുക്കിവിടെ വന്നിട്ടുണ്ട്. താഴെ സ്റ്റോറേജ് സ്പേസ് ഒക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് നമ്മൾ TV യൂണിറ്റ് എല്ലാം കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. ഇപ്പോൾ നേരെ ഇനി വീടിൻ്റെ ഡൈനിങ് ഏരിയയിലോട്ട് പോവാം. ഈ കാണുന്നതാണ് വീടിൻ്റെ ഡൈനിങ് ഏരിയ. 16x12 ആണ് ഈ ഡൈനിങ് ഏരിയ ഡയമെൻഷൻ. ഫ്ലോറിംഗ് എല്ലാം തന്നെ അതുപോലെ തന്നെ കജേരയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് യൂസ് ആക്കിയിട്ടുള്ളത്. ഡൈനിങ് ഏരിയയ്ക്ക് വേണ്ടിയുള്ള വാഷ് കൗണ്ടർ ഏരിയ നമുക്ക് സ്റ്റെയറിൻ്റെ അടിയിലായിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല മനോഹരമായ എലഗൻറ്റ് രീതിയിലുള്ള അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഒരു വാഷ് കൗണ്ടർ ഏരിയ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സ്മാർട്ട് മിറർ അതുപോലെ തന്നെ സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് തന്നെയാണ് നമ്മളവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. താഴെ നോക്കുമ്പോഴത്തേക്ക് സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. അത്യാവശ്യം സാധനങ്ങളൊക്കെ നമുക്ക് അവിടെ കീപ്പ് ചെയ്യാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നെയാണ് നല്ല മനോഹരമാക്കി ചെയ്ത് തീർത്തിട്ടുള്ളത്. ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെയാണ് നമുക്ക് ഒരു കിച്ചൺ വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ കിച്ചണിലോട്ട് പോവാം. ഈ കാണുന്നതാണ് വീടിൻ്റെ കിച്ചൺ. 12x10 ഡയമെൻഷനാണ് കിച്ചണിൻ്റെ ഏരിയ വരുന്നത്. ഫ്ലോറിംഗ് എല്ലാം തന്നെ നമുക്ക് വുഡൻ പാറ്റേൺ വരുന്ന ടൈൽസും കാര്യങ്ങളും യൂസ് ചെയ്യുന്നത്. നല്ല മാറ്റ് ഫിനിഷിംഗ് ആയിട്ടുള്ള ടൈൽസ്, വെരിഫൈഡ് ടൈൽസ് തന്നെയാണ്. കജേരയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കിച്ചണിന് നല്ല നോക്കുമ്പോഴത്തേക്ക് സ്റ്റോറേജ് സ്പേസ് ഒക്കെ നല്ലോണം ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വിശാലമേറിയ ഒരു കിച്ചൺ, വലിപ്പത്തിൽ ഉള്ള ഒരു കിച്ചൺ തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്.
മുകളിൽ താഴെയുമായിട്ട് ഒരുപാട് ക്യാബിനറ്റ്സും കാര്യങ്ങളൊക്കെ യൂസ് ആക്കിയിട്ടുണ്ട്. ഫിൽറ്ററും കാര്യങ്ങളും വയ്ക്കാനുള്ള പ്രൊവിഷൻസും കാര്യങ്ങളെല്ലാം ഈ ഒരു കിച്ചണിൽ ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് കിച്ചണിൻ്റെ ഒരു വ്യൂ വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂമിലോട്ട് പോവാം. ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് ഒരു ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ 3 ബെഡ്റൂമായിട്ടാണ് ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ലിവിങ് ഏരിയയിൽ നിന്ന് ഒരു സ്ട്രെയിറ്റ് വരുമ്പോഴത്തേക്കാണ് നമുക്ക് ഈ ഒരു ഫസ്റ്റ് ബെഡ്റൂം നമുക്ക് വന്നിട്ടുള്ളത്. ഈ കാണുന്നതാണ് വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂം. 12x10 ഡയമെൻഷൻ വരുന്ന നല്ലൊരു റൂം തന്നെയാണ് ഈ കാണുന്നത്. ഫ്ലോറിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് പാറ്റേൺ വരുന്നത് വുഡൻ പാറ്റേൺ ആണ് വരുന്നത്. മാറ്റ് ഫിനിഷ് ആയ ടൈൽസും കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 12x10 ഡയമെൻഷൻ. ഫാൻസി ലൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഡെക്കറേഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗം നോക്കുമ്പോഴത്തേക്കും നമുക്കൊരു ഇൻബിൽഡ് ആയിട്ടുള്ള വാൾഡ്രോബ്സും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം വരുന്നത്. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിംഗ്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് യൂസ് ആക്കിയിരിക്കുന്നത്. അത്യാവശ്യം വിശാലമായ ഒരു ബാത്റൂം തന്നെയാണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാം തന്നെ സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിംഗ്സ് ആണ് യൂസ് ആക്കിയിരിക്കുന്നത്. ഹീറ്റർ പ്രൊവിഷൻസ് ഉൾപ്പെടെയാണ് നമുക്ക് കംപ്ലീറ്റ് ആക്കി ചെയ്തു തീർത്തിട്ടുള്ളത്. നമുക്ക് നേരെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് നമുക്ക് പോവാം. ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാൻ യൂസ് ചെയ്യുന്ന ഹാൻഡിൽസ് എല്ലാം തന്നെ നമുക്ക് സ്റ്റീലിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തറയിൽ നോക്കുമ്പോഴത്തേക്കും നമുക്ക് വന്നിരിക്കുന്ന സ്റ്റെയറും കാര്യങ്ങളെല്ലാം ഗ്രാനൈറ്റിലാണ് നമുക്ക് സ്റ്റെപ്പെല്ലാം ചെയ്തിരിക്കുന്നത്. പോകുന്ന വഴിക്ക് ഇതുപോലത്തെ നമുക്ക് ബോക്സസും കാര്യങ്ങളൊക്കെ സ്പോട്ട് ലൈറ്റും കാര്യങ്ങളും നൽകിക്കൊണ്ട് ഒരു ഇൻഡോർ ഡെക്കറേറ്റീവ് കാര്യങ്ങളായി വെച്ച് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസും കാര്യങ്ങളൊക്കെ ചെയ്താണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് നമുക്ക് അതേപോലെ തന്നെ കാണാൻ പറ്റുന്നതാണ്. തൊട്ട് മുകളിൽ നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഫർഗോള മോഡലൊരു ഓപ്പണിങ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത്യാവശ്യമായിട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രവേശിക്കാനായിട്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് ആ ഒരു സിസ്റ്റം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോർ. ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് ഒരു മെയിൻ ഹോൾ, 3 ബെഡ്റൂം, ഒരു ബാൽക്കണിയാണ് നമുക്ക് ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന നമുക്ക് എൽ ഷേപ്പിൽ എൽ മോഡൽ വരുന്ന ഒരു മെയിൻ ഹോള് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ വന്നിട്ടുണ്ട്. 20x16 നമുക്ക് ഈ ഫ്ലോറിൻ്റെ ഡയമെൻഷൻ. അത്യാവശ്യം നല്ല വിശാലമായ ഒരു ഫ്ലോർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. നല്ലൊരു TV യൂണിറ്റും സ്റ്റാൻഡേർഡ് രീതിയിലുള്ള TV യൂണിറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. താഴെ സ്റ്റോറേജ് സ്പേസ് നൽകിക്കൊണ്ട് തന്നെയാണ് ഈ TV യൂണിറ്റ് നമ്മൾ കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. എൽ ഷേപ്പ് മോഡലാണ് നമുക്ക് ഈ ഒരു ഇത് വരുന്നത്. ഇങ്ങനത്തെ ഒരു വ്യൂ ആണ് നമുക്കൊരു കോർണറിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. നേരെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂമിലോട്ട് പോവാം. ഈ കാണുന്നതാണ് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂം. 12x12 ഡയമെൻഷൻ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു റൂം തന്നെയാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഫ്ലോറിൽ നമുക്ക് നോക്കുമ്പോഴത്തേക്കും മാറ്റ് ഫിനിഷ് വരുന്ന വുഡൻ പാറ്റേൺ വരുന്ന ടൈൽസ് നേരെകൾ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല ക്വാളിറ്റി കച്ചേരി നല്ല ടൈൽസ് തന്നെയാണ് വന്നിട്ടുള്ളത്. ചുമരിനോട് ചേർത്ത് ഇൻബിൽഡ് ആയിട്ട് വരുന്ന ഒരു വാൾഡ്രോബ്സ് ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. 3D പ്രൊഡക്ഷൻ കാര്യങ്ങളൊന്നുമില്ല. എല്ലാം അതിനകത്ത് ഫിക്സ് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റോറേജ് സ്പേസ് ഒക്കെ നല്ല അത്യാവശ്യം സ്പേഷ്യസ് ഒക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം വരുന്നത്. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിംഗ്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് യൂസ് ആക്കുന്നത്. നമുക്ക് ഹീറ്റിൻ്റെ പ്രൊവിഷൻസ് എല്ലാം നമുക്ക് അവൈലബിൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂം. 12x13 ഡയമെൻഷൻ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റൂം തന്നെയാണ് ഈ കാണുന്നത്. ഫ്ലോറിലെല്ലാം തന്നെ നല്ല വുഡൻ പാറ്റേൺ വരുന്ന മാറ്റ് ഫിനിഷ് ടൈൽസ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ക്വാളിറ്റി ആയിട്ടുള്ള കസേരയുടെ ടൈൽസ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഫോൾ സീലിംഗിലായിട്ട് നമുക്ക് സ്പോട്ട് ലൈറ്റ് ആണ് പ്രൊജക്ഷനായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇൻബിൽഡ് ആയിട്ട് വരുന്ന വലിയ വിശാലമായ വീതിയായിട്ടുള്ള ഒരു വാർഡ്രോബ്സ് നമുക്ക് വന്നിട്ടുണ്ട്. അത് മുകളിലും നമുക്ക് സ്റ്റോറേജ് സ്പേസ് കൊടുത്താണ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്ത് സിറ്റിംഗ് ഏരിയ നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വിൻഡോ സൈഡിലൊരു സിറ്റിംഗ് ഏരിയ നമുക്ക് അറേഞ്ച് ചെയ്ത് തന്നെയാണ് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം വന്നിരിക്കുന്നത്. ഇത് നമുക്ക് സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിംഗ്സാണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് യൂസ് ആക്കിയിരിക്കുന്നത്. അത്യാവശ്യം വിശാലമേറിയ ഒരു ബാത്റൂം തന്നെയാണ് വന്നിട്ടുള്ളത്. ഈ ഭാഗത്താണ് ഹീറ്റർ പ്രൊവിഷൻസ് എല്ലാം നമുക്ക്
ചെയ്തിരിക്കുന്നത്. നമുക്ക് നേരെ ഇനി വീടിൻ്റെ ലാസ്റ്റ് ബെഡ്റൂമിലോട്ട് പോകാം. പക്ഷേ ലാസ്റ്റ് ബെഡ്റൂമിലോട്ട് പോകുന്നതിന് മുന്നേ നമുക്ക് ഈ ഒരു ഭാഗത്ത് നോക്കുമ്പോഴത്തേക്കും ഈ ഒരു ഭാഗമാണ് നമുക്ക് സ്റ്റെയർ കയറി തൊട്ട് മുകളിൽ വരുന്ന ഈ ഒരു സൈഡിലാണ് നമുക്ക് വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള പ്രൊവിഷൻസ് ചെയ്തേക്കുന്നത്. അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിലും അത് നമുക്ക് ഓൾട്ടറേഷൻ ചെയ്യാനേ ഉള്ളൂ. നമുക്ക് ഈ ഒരു പോയിന്റ് കാര്യങ്ങൾ മാറ്റി വേറെ നമുക്ക് സ്ഥാപിക്കണമെന്ന് നമുക്ക് സ്ഥാപിക്കാനുള്ളൂ. പക്ഷേ നിലവിൽ ഈ ഒരു ഭാഗമാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് നമുക്ക് ലാസ്റ്റ് ബെഡ്റൂം വരുമ്പോഴത്തേക്കും നമുക്ക് 10x8 ഡയമെൻഷനാണ് നമുക്ക് വരുന്നത്. ഫ്ലോറിംഗ് എല്ലാം തന്നെ ഹജേറയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. മാറ്റ് ഫിനിഷ് ആയ ടൈൽസ്, വുഡൻ പാറ്റേൺ ഇടുന്നത്. ഒരു വാർഡ്രോബ്സ് നമുക്കിവിടെ വന്നിട്ടുണ്ട്. തൊട്ട് സൈഡിലായിട്ട് നമുക്ക് മുകളിൽ മുകളിൽ നമുക്ക് ടെറസിലോട്ട് പോകാൻ വേണ്ടിയുള്ള എൻട്രൻസ് ആണ് ഈ ഒരു ഭാഗത്ത് ചെയ്തേക്കുന്നത്. ഇതാണ് നമുക്ക് വീടിൻ്റെ ഒരു സൈഡ് വ്യൂ എന്ന് പറയുമ്പോൾ. നമുക്ക് നേരെ വീടിൻ്റെ മെയിൻ ബാൽക്കണിയിലോട്ട് പോവാം. ലിവിങ് ഏരിയയിൽ കൂടെ ചേർന്ന് കിടക്കുന്നതാണ് നമുക്കൊരു മെയിൻ ബാൽക്കണി. ഈ കാണുന്നതാണ് നമുക്ക് വീടിൻ്റെ മെയിൻ ബാൽക്കണി വരുന്നത്. അത്യാവശ്യം നമുക്കൊരു 3-4 ചെയറൊക്കെ ഇട്ടായിരുന്നു ഈവൻ ഇരിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് തന്നെയാണ്. ആ ഭാഗത്തേക്ക് നമുക്ക് സ്ട്രിപ്സും അതുപോലെ തന്നെ വേറെ പാറ്റേൺ നമുക്ക് സ്റ്റീലിൻ്റെ പൈപ്പൊക്കെ യൂസ് ചെയ്ത് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഏരിയയാണ് നമുക്കിവിടെ കാണുന്നത്. 12x4 ഡയമെൻഷൻ വരുന്ന നല്ല വിശാലമേറിയ ഒരു ബാൽക്കണി തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഹാൻഡിൽസ് നോക്കുമ്പോഴത്തേക്കും സ്റ്റീലും അതുപോലെ തന്നെ ഗ്ലാസ് വർക്കുമാണ് നമുക്ക് ചെയ്തിരിക്കുന്നത്. ആ കാണുന്നത് നമുക്ക് മെയിൻ റോഡാണ്. അത് ബസ് റൂട്ടാണ് നമുക്ക് വരുന്നത്. മുകളിലായിട്ട് നമുക്ക് നോക്കുമ്പോഴത്തേക്കും ഇവിടെ സ്പോട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ബാൽക്കണിയുടെ വിശേഷങ്ങൾ. നമുക്ക് നേരെ അതോടൊപ്പം അപ്പോൾ നമ്മൾ ഈ കണ്ട മനോഹരമായ ചുടുകട്ടയിൽ പണി ചെയ്ത് തീർത്ത കോർപ്പറേഷൻ ഏരിയയിൽ വന്നിരിക്കുന്ന 300 സെൻറ്റ് ലാൻഡിൽ 1600 സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂമും അതുപോലെ തന്നെ 3 അറ്റാച്ച്ഡ് ബാത്റൂമും ഉൾപ്പെടെ ഫ്ലോർ പ്ലാൻ ചെയ്തിരിക്കുന്ന നല്ല മനോഹരമായ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് നമുക്ക് വരുന്നത് വെറും 75 ലക്ഷമാണ്. കോർപ്പറേഷൻ ഏരിയയിലാണ് നമുക്കത് വരുന്നത്. കോർപ്പറേഷൻ ഏരിയയിൽ ചുടുകട്ടയിൽ നിർമ്മിച്ച വീടിൻ്റെ റേറ്റാണ് ഞാനിപ്പോൾ പറഞ്ഞത്, 75 ലക്ഷം. അത് തികച്ചും നെഗോഷ്യബിൾ തന്നെയാണ്. വീടിനെ കുറിച്ചുള്ള വേറെ ഡീറ്റെയിൽസും കാര്യങ്ങൾ അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഈ പറഞ്ഞിരിക്കുന്ന റേറ്റ് നമുക്ക് 75 പറഞ്ഞിരിക്കുന്ന റേറ്റ് നമുക്ക് നെഗോഷ്യബിൾ തന്നെയാണ്. അപ്പോൾ നെഗോഷ്യബിളായിട്ട് സംസാരിക്കാനായിട്ട് ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ നമ്മുടെ പുതിയ വീടിൻ്റെ അപ്ഡേഷൻ കാര്യം കിട്ടുവാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീട് പർച്ചേസ് ചെയ്യാനായിട്ട് ഹോം ലോൺ എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നമുക്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ ആ ടെൻഷൻ നമുക്ക് വരുന്നില്ല. അത്യാവശ്യം നല്ല രീതിയിൽ പണി ചെയ്തെടുത്തിരിക്കുന്ന നല്ല വിശാലമേറിയ ഒരു വീട് തന്നെയാണ് ഈ കണ്ടത്. നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റിനായിട്ടും ഈ ഒരു വീട് കാര്യങ്ങളൊക്കെ മേടിക്കുന്നത് കോർപ്പറേഷനിൽ ഇത്തരം വീടുകളൊക്കെ മേടിക്കുന്നത് ബെറ്റർ ആയിരിക്കും. റെൻ്റ് ഔട്ട് ചെയ്യാനായിട്ടാണെങ്കിലും അതുപോലെ തന്നെ നമുക്ക് ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ തന്നെയാണ് ഈ വീടൊക്കെ.